നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് ലാംഗ്വേജസ് ആണ്. എന്താണ് ലവ് ലാംഗ്വേജസ്? ഇതിപ്പോ പറയുകയാണെങ്കിൽ ഒരു ഒരു മലയാളി പിന്നെ ഒരു ജപ്പാൻകാരനെ ഒരു മുറിയിൽ വെച്ചു. വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, ജപ്പാനിലെയും ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് മൊബൈലൊക്കെ പുറത്ത് വെച്ചിട്ട് അവർ രണ്ടുപേരും ഒരു മുറിയിൽ വെച്ചു. എന്നിട്ട് അവരോട് സംസാരിക്കാൻ പറഞ്ഞു. എത്ര നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ തന്നെ മറ്റേ ആൾക്ക് ഈ ഒരാൾ പറയുന്നത് മനസ്സിലാവില്ല. അല്ലേ? കാരണം ഇയാള് മലയാളത്തിലാണ് സംസാരിക്കുന്നത്, മറ്റേ ആള് ജാപ്പനീസിലാണ് സംസാരിക്കുന്നത്. എങ്ങനെ മനസ്സിലാവും? അറിയില്ലെങ്കിൽ. അതേപോലെ തന്നെയാണ് പലപ്പോഴും സ്നേഹത്തിന്റെ കാര്യത്തിലും. ഇപ്പൊ നിങ്ങള് ആ ലിസ്റ്റ് എഴുതിയപ്പോ, ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എഴുതി. ചിലരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയും വന്നേക്കാം അല്ലെ, ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇവരെന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല. ആ ലിസ്റ്റിൽ അല്ലാണ്ട് തന്നെയും അങ്ങനെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ, എത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്ക് എന്റെ സ്നേഹം മനസ്സിലാവണില്ല. ചിലർ അങ്ങനെ പറയും, അവന് സ്നേഹമുള്ളവനാ പക്ഷെ അവന് പ്രകടിപ്പിക്കാൻ അറിയില്ല. സിനിമയിലൊക്കെ ഞാൻ അങ്ങനെ കുറെ ധാരാളം കേട്ടിട്ടുണ്ട്. ശുദ്ധനാ, പാവാ, പ്രകടിപ്പിക്കാൻ അറിയില്ല സ്നേഹം, അങ്ങനെയൊക്കെയും പറയും അല്ലേ. അപ്പൊ എന്താണ് ആ പ്രകടിപ്പിക്കാൻ അറിയുന്ന ആ ഒരു കഴിവ്, ആ ഒരു ഭാഷയാണ് ലവ് ലാംഗ്വേജസ്. കാരണം നമുക്ക് എത്ര സ്നേഹം ഉണ്ടായിട്ട് ശരിക്കും പറഞ്ഞ കാര്യമില്ല, നമുക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ മറ്റേ ആൾക്ക് ആ സ്നേഹം ഫീൽ ചെയ്യില്ല. അത് ഫീൽ ചെയ്യുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. നമ്മൾ എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഭാഷ വേറെയാണ്. ഈയിടനെ ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇരുകപ്പത്രു എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ ഭാഷ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റിയ അധികമൊന്നുമില്ല, 5 ഉള്ളൂ. ആ 5 നമ്മൾ മനസ്സിലാക്കി എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ട എന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു പാടുണ്ടാവില്ല. ഒരാളുടെ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കി നമ്മൾ ആ ഭാഷ സംസാരിക്കുമ്പോൾ ആള് അതിസന്തോഷവാനായിരിക്കും, നമ്മളോടും ആ സ്നേഹം തിരിച്ചു കാട്ടും. നമ്മുടെയും സ്നേഹത്തിന്റെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ നമ്മളോട് ആരാണോ സംസാരിക്കുന്നത് അവരോടാണ് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവുക. അല്ലാത്തവർ നമുക്ക് എന്ത് തന്നെ ചെയ്താലും, എത്ര സ്നേഹത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലും നമുക്കത് മനസ്സിലാവാണ്ടുണ്ടാവാം. അപ്പൊ എന്താണ് ഈ ഈ ഒരു കൺസെപ്റ്റ്, ഗാരി ചാപ്മൻ എന്ന് പറഞ്ഞ ഒരു ഓഥറിന്റെ ഒരു ബുക്കിലെ കൺസെപ്റ്റാണ് ദ 5 ലവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട്. അയാൾ കുറേയധികം ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് പല മേഖലയിലും. അതായത് കപ്പിൾസിന് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി, സിംഗിൾ ആയ ആൾക്കാർക്ക് വേണ്ടി, മിലിറ്ററി, അങ്ങനെ അങ്ങനെ. പക്ഷേ ഒരു ജെൻറിക് ആയ ഒരു ബുക്ക് ഇതൊന്ന് ഇത് ഈ ഈ ഒരു ബുക്കിന്റെ ബേസിസിലാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ മൊത്തം എടുക്കാൻ പോകുന്നത്. ഒരു ഗെയിം ചേഞ്ചറാണ്. അതായത് ഇത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്ത് ചെയ്യണം, എവിടെയായിരുന്നു നമുക്ക് തെറ്റ് സംഭവിച്ചിരുന്നത്, തെറ്റല്ല എവിടെ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം എന്ന ഒരു റിയലൈസേഷൻ നമുക്കുണ്ടാവും. ഇത് 5 ലവ് ലാംഗ്വേജസ് ഉണ്ട്. നമ്മുടെ 15 മിനിറ്റിൽ നമുക്കിത് ഇതാക്കാൻ പറ്റില്ല. അത് കാരണം തന്നെ നമ്മൾ അടുത്ത 2-3 ദിവസങ്ങളായിട്ട് ആയിരിക്കും ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ, അതായത് എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്, എങ്ങനെയാണ് ഇത് നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നത്, അതൊക്കെ നമുക്കിന്ന് തിരിച്ചറിയാം. ഓക്കെ. അപ്പൊ സ്നേഹം എന്താണ്, അത് എന്തിനാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക്കാണ്. ഞാനായിട്ട് ഇപ്പൊ ആർക്കും പഠിച്ചു തരേണ്ട ആവശ്യമില്ല അല്ലെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വളരെ വളരെ ഇപ്പൊ ഞാൻ നമുക്ക് എത്ര അറിയാവുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് കമ്പ്യൂട്ടറിൽ ഗൂഗിളൊക്കെ അടിച്ചു നോക്കി ഏതൊക്കെ മേഖലയാണ് നമുക്ക് അറിയാത്തത്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. സ്നേഹം ആൾക്കാർ, അതായത് ഭക്ഷണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വരെ പറയാം ഒരു പക്ഷെ ചിലർക്ക്. ജീവൻ നിലനിൽക്കുന്നതിലും അത് മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സന്തോഷത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഇമോഷൻ ആണ്. അക്നോളജ്മെന്റിനും അതൊരു സൊസൈറ്റിയിൽ ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഇക്കിഗായിലെ ബുക്ക് എന്ന് പറഞ്ഞ് വായിച്ചില്ല. അങ്ങനെ ചില ഇടങ്ങളുണ്ട് അവിടെ ആൾക്കാർക്ക് ഇത് വളരെ ദീർഘായുസാ. 90ഉം 100ഉം 110ഉം വയസ്സൊക്കെ എല്ലാവരും അവിടെ അവിടെ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ കുറച്ച് ജീവിത ശൈലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആ ഒരു സ്റ്റഡി തന്നെ, പഠനം തന്നെ നടന്നിട്ടുണ്ട്. അപ്പൊ അതില് അവര് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും, അവരുടെ ഈ ദീർഘായുസിന്റെ പിന്നിലെ രഹസ്യം. അതില് ഡയറ്റ് ഉണ്ട്, ഉം, മിതമായ എക്സസൈസ് ഉണ്ട്, പിന്നെ സ്നേഹം, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പോസിറ്റിവിറ്റിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ബന്ധങ്ങൾക്കാണ്, റിലേഷൻഷിപ്സ്.
റിലേഷൻഷിപ്സ് നമ്മളുടെ അതല്ല ഇപ്പൊ സപ്പോസ് വയസ്സാവുന്നവർക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വയസ്സാവേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്കും തന്നെ ഈ കുറെ ലോൺലിനെസ്സിന്റെ പ്രോബ്ലംസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ ഭാഗമാവാൻ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെതായ ഒറ്റപ്പെടലിന്റെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ ബന്ധങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് കുറേ അധികം റിലേറ്റീവ്സ് ഉണ്ട്, സ്നേഹിക്കുന്ന വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. സന്തോഷമായിരിക്കുമ്പോൾ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കും. മൈൻഡ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ മറ്റേ കാര്യങ്ങളും, നമ്മുടെ ഡയറ്റും എക്സസൈസും അങ്ങനെ എല്ലാം ഒത്തുവരുമ്പോൾ ദീർഘായുസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ കുറേ ഏറ്റവും അധികം അവർ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് റിലേഷൻഷിപ്സിന്. ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്, ലവ് ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അതിന് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്, സോറി, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ലവ് ടാങ്ക് ഉണ്ട്, സ്നേഹത്തിന്റെ. ഓക്കെ, സ്നേഹത്തിന്റെ ടാങ്ക്. നമ്മൾ DDPയിൽ നമ്മൾ പലപ്പോഴും പറയും അല്ലേ, ടാങ്കിലുള്ളതേ പൈപ്പിൽ വരും. നമ്മുടെ ഉള്ളില് നമ്മൾ നിറയ്ക്കുന്നത്, നമുക്ക് കിട്ടുന്നത്, സ്നേഹം കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, നമ്മളും സ്നേഹം പ്രകടിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിലോ, ഒരു ദിവസം രാവിലെ എണീറ്റ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് മൂഡ്, ഒരാളും എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും എത്ര ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു മൂഡിൽ നമ്മൾ ദിവസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദിവസവും പോക്കാം. കാരണം നമ്മൾ ഒരു മൂഡ് ഉണ്ടാവില്ല അല്ലേ നമുക്ക്. അപ്പൊ ഈ ലവ് ടാങ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഈ ലവ് ഇമോഷണൽ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് നിറയുമ്പോഴാണ് ലൈഫിൽ സന്തോഷവും സംതൃപ്തിയും സ്നേഹവും ഇതൊക്കെ ഉണ്ടാവാം. ഈ ടാങ്ക് പല ലെവലിലായിരിക്കും. ഒരുപക്ഷെ ടാങ്കിൽ വളരെ കുറച്ച് സ്നേഹമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ പകുതിയിലും കൂടുതൽ ഉണ്ടാവും, അപ്പോഴും ഓക്കെ. ടാങ്ക് നിറഞ്ഞിരിക്കുന്നവരുണ്ടാവും, അത് വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു ടാങ്ക് ആണ് നമ്മൾ നിറയ്ക്കുന്നത്. അവരുടെ സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഞാൻ മ്യൂട്ട് ചെയ്തേ, ഒരാൾ അത് സംസാരിക്കാനാണോ ശ്രമിച്ചിരുന്നത്? ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ. ഓക്കെ. അപ്പൊ അതാണ് ലവ് ടാങ്ക്. ഓക്കെ. അത് ഒന്ന് റിയാലിറ്റി ചെക്ക് ചെയ്ത് നോക്കിയേ. നമ്മുടെ ലവ് ടാങ്ക് ഇപ്പൊ എങ്ങനെയാ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ തോന്നൽ എന്താണ്? ഇത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ മനസ്സിൽ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. എന്താണ് നിങ്ങളുടെ തോന്നൽ? നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സ്നേഹത്തിന്റെ ടാങ്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ടാങ്ക് ഫുള്ളാണോ? ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ട്, അല്ല സ്നേഹിക്കുന്നവരുണ്ട്. അപ്പൊ അവര് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം തരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫുള്ളാണോ നിങ്ങളുടെ ടാങ്ക്? വളരെ സംതൃപ്തമാണോ? അതോ പകുതിയാണോ? സ്നേഹിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷെ ഇനിയും സ്നേഹിക്കപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത് ഒരു പാർട്ട്ണർ ആവണം എന്നൊന്നുമില്ല കേട്ടോ. വീട്ടുകാരാവാം, മക്കളാവാം, സുഹൃത്തുക്കളാവാം, അയൽവക്കക്കാരാവാം, ആര് തന്നെ ആയിക്കോട്ടെ. എല്ലാ റിലേഷൻ്റെയും ഒരു അടിസ്ഥാനം സ്നേഹമാണ് അല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവരാണ് അടുത്താണ് നമ്മൾ ഇത് ഇടപെടുന്നത്. അപ്പൊ എല്ലാവരുമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ തോന്നൽ വരുന്നത്? നിങ്ങളുടെ ലൈഫിലുള്ള ഈ സന്തോഷം, സ്നേഹം എത്രയുണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഇമോഷണൽ ടാങ്ക്. ഇതിന്റെ ഒരു ധാരണ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. എപ്പോഴാണോ നമ്മുടെ ലവ് ടാങ്ക് ഫുള്ളാവുന്നത്, അന്നത്തെ ദിവസം അടിപൊളി. അന്ന് നമുക്ക് സന്തോഷമാണ്. അന്ന് നമ്മൾ എല്ലാവരെയും സ്വീകരിക്കും, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യും, എല്ലാം നന്നായിട്ട് പോകും. ഇപ്പൊ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, ഈ പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിയുന്നവർ അല്ലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രേമത്തിലൊക്കെ പെടുന്നവർ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ ദേ ഫോൾ ഇൻ ലവ്? ആ ആ പ്രേമത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ കടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ ഉള്ളിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, അതുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ. അവർ സന്തോഷമായിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ ചിരിക്കും, ആൾക്കാരോട് നന്നായിട്ട് പെരുമാറും. ഏ ആ സ്നേഹിക്കുന്ന വ്യക്തിയോട് തന്നെയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു മിനിറ്റ്, എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടോ? ഹാപ്പിനെസ്, ഹാപ്പിനെസ്, യാ, താങ്ക് യു. ഹാപ്പിനെസ് ആണ് കണ്ടിന്യൂസ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതൊന്നും വലിയൊരു കാര്യമല്ല. ഒരു ഫോൾട്ട് ഉണ്ട് ആ വ്യക്തിയിൽ, എന്തെങ്കിലും ഒരു കുറവോ കുറ്റമോ ഉണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് കാണാൻ കഴിയില്ല അല്ലേ. അതൊരു വേറൊരു സോണാണ്. അപ്പൊ ആ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിക്കണം, അവർക്കറിയാം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും സുഖമായിട്ടിരിക്കും.
തല്ലൂട്ടൊക്കെയും ചെയ്യും. ഞങ്ങൾക്കറിയാം. തല്ലൂട്ടൊക്കെ സ്വാഭാവികമല്ലേ. പക്ഷെ അതൊക്കെ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു തീർക്കും. ഞങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ ഒരു ഫീലിങ്ങിലൂടെ അവര് അതിലേക്ക് കടക്കും. ഒരു 1, 2 വർഷമൊക്കെ നല്ല നല്ല ഇതായിരിക്കും. അത് കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുക? ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. പക്ഷെ ഇല്ലേ, വളരെയധികം സ്നേഹത്തിൽ ഉണ്ടായിരുന്ന 2 വ്യക്തികള് സ്നേഹിച്ച് കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോ ഡിവോഴ്സിലേക്ക് വരെ എത്താറുണ്ട്. ഇനി ഡിവോഴ്സിലേക്ക് എത്തിയില്ലെങ്കിൽ തന്നെ എന്നാലും പണ്ടത്തെ ആ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു തോന്നലും ഉണ്ടാവും. പലർക്കും അതുണ്ടാവും. ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ പിന്നിലത്തെ കാര്യം എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എന്തുകൊണ്ട് ഇപ്പൊ ഇല്ല? അപ്പൊ എന്താണെന്ന് അവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒക്കെ ഈ ഒരു ഫീലിംഗിൽ നമ്മളായിരിക്കുമ്പോ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന സമയമല്ലേ. അപ്പൊ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്സിൽ നമുക്ക് വേറെ ഒന്നും കാണാൻ കഴിയില്ല. നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. ആ ഒരു നമ്മുടെ ആ ഒരു ഇപ്പൊ നമുക്ക് ഇപ്പൊ സപ്പോസ് നമ്മളൊരു വണ്ടി മേടിച്ചു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെച്ചു എന്ന് വിചാരിക്കാം. ആ വീട്ടില് നമ്മള് കയറുമ്പോ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ വളരെയധികം സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ആ വണ്ടി ഓടിക്കുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പുതിയ മൊബൈൽ മേടിച്ചു. ആ പുതിയ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ദിവസം സന്തോഷം ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോ നമുക്കത് നമ്മുടെ ഒരു നോർമൽ ആയിട്ട് മാറും അല്ലേ? നമ്മള് ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞാലും ആ ഫോണിനെ അതേപോലെ തന്നെയാണോ നോക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു വണ്ടീനെ അതേപോലെ തന്നെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? പുതിയ വണ്ടി മേടിക്കുമ്പോ എന്നും തുടയ്ക്കും. ചിലപ്പോ 2, 3 തവണ തുടയ്ക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം കഴുകും. എന്തൊക്കെയാ ചെയ്യാ ല്ലേ? അത് കഴിഞ്ഞാലോ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്സും. സ്റ്റാർട്ടിങ്ങില് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അവരുടെ കുറ്റങ്ങൾ, കുറവുകളൊന്നും ശ്രദ്ധിക്കപ്പെടില്ല. ഇണ്ടെങ്കിൽ തന്നെ അതൊക്കെ സ്വാഭാവികമല്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ അതൊക്കെ കാണാൻ തുടങ്ങും. പക്ഷെ അതൊക്കെ കണ്ടു തുടങ്ങുമ്പോ അതിനെ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? അതിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക? അതനുസരിച്ചിരിക്കും നമ്മള് ഒരാളുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യുന്നതും, ഫില്ല് ചെയ്യാത്തതും. അപ്പൊ അതുവരെ നമ്മൾ സ്നേഹം, സ്നേഹം, സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് റിയൽ സ്നേഹം? ഒരു കല്യാണം കഴിഞ്ഞ് 10 വർഷവും 30 വർഷവും കഴിഞ്ഞിട്ട് ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പക്ഷെ യഥാർത്ഥ സ്നേഹം എന്താണ്? ആ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പറയുമ്പോ അത് ഇതാണ്. An intentional choice and attitude to fill the other person's emotional love tank. ഞാൻ ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ്, എൻ്റെ ഒരു മനോഭാവം മറ്റേയാളുടെ, എൻ്റെ കൂടെയുള്ള ആളുടെ, എൻ്റെ പാർട്ട്ണറിൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അമ്മായിയമ്മയുടെ, അമ്മായിയച്ഛൻ്റെ, എൻ്റെ ചേട്ടൻ്റെ, ചേച്ചിയുടെ, ആരുടെ, എൻ്റെ സുഹൃത്തിൻ്റെ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലവ് ടാങ്ക്, ഇമോഷണൽ ലവ് ടാങ്ക് ബോധപൂർവം ഫില്ല് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഒരു പ്രയത്നം അല്ലെങ്കിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു എഫേർട്ട്, അതാണ് റിയൽ ലവ്. ഒരുപക്ഷെ അതെനിക്ക് സ്വാഭാവികമായി വരാത്തതാവാം. എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. ഞാനത് ശ്രമിക്കും. ആ ഒരു ഇന്റൻഷൻ, ആ ഒരു ബോധപൂർവമുള്ള ഒരു തീരുമാനം, അതാണ് റിയൽ ലവ്. അതെപ്പോഴാണോ നമ്മള് പഠിക്കുന്നത്, അതെപ്പോഴാണോ നമ്മൾ അതിൽ പ്രവർത്തിക്കുന്നത്, അപ്പൊ ആ സ്നേഹം നിലനിൽക്കും. അത് എത്ര തന്നെ കാലം കഴിഞ്ഞാലും നിലനിൽക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സ്നേഹത്തിന്റെ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. അവരുടെ ഇമോഷണൽ ടാങ്ക് നമ്മൾ നിറയ്ക്കുണ്ടാവും. നമ്മൾ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷ വേറെയാണ്. അവരുടെ ഭാഷ വേറെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്നേഹിച്ചാലും അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് എപ്പോഴും ആ ഒരു കുറവ് ഫീൽ ചെയ്യും അല്ലേ? ഇത് വളരെ കോമൺ അല്ലേ? അത് എല്ലാവരുമായിട്ട് വേണമെന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വന്നൊരു ഫീലിംഗ് ആയിരിക്കും. ഇയാൾക്ക് എത്ര ചെയ്തു കൊടുത്താലും, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് എത്ര സ്നേഹിച്ചാലും അവരെന്താ തിരിച്ചറിയാത്തെ? അവർക്കെന്താ മനസ്സിലാവാത്തെ? അല്ലെങ്കിൽ എന്നെ എന്താ ആൾക്കാരൊന്നും മനസ്സിലാക്കാത്തെ? ഞാൻ സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. എന്നാലും എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലല്ലോ. ഒരുപാട് പേരുണ്ടാവും സ്നേഹിക്കുന്നവര്. പക്ഷെ നമ്മൾ ആ സ്നേഹം തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന ഭാഷ ചിലപ്പോ വേറെ ആയിരിക്കും. ഓക്കെ. അപ്പൊ സ്നേഹത്തിന്റെ 5 ഭാഷകളാ ഉള്ളെ. ഞാനത് ശരിക്കും നാളേക്ക് എടുക്കാനാ വെച്ചിരുന്നത്. പക്ഷെ എന്നാലും തന്നെ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അറ്റ്‌ലീസ്റ്റ് അതിന്റെ പേരുകള് പറഞ്ഞിട്ട് നിർത്താം. നാളെ തൊട്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. അപ്പൊ അതിന്റെ ഭാഷകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലൈഡ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ്. ഇതാണ് ട്ടോ 5 ഭാഷകള്. വേർഡ്സ് ഓഫ് അഫർമേഷൻ, നല്ല വാക്കുകള്. വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന, വാക്കുകൾ കൊണ്ട് സ്നേഹം മനസ്സിലാക്കുന്ന ആൾക്കാര്.
ആക്ട്സ് ഓഫ് സർവീസ്, സഹായിക്കൽ, കാര്യങ്ങൾ ചെയ്യുക ഒരാൾക്ക് വേണ്ടി. റിസീവിങ് ഗിഫ്റ്റ്സ്, ചിലർക്ക് ഗിഫ്റ്റുകളാണ് അവരുടെ ഭാഷ. ഗിഫ്റ്റ് കൊടുക്കലും വാങ്ങലും ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ക്വാളിറ്റി ടൈം, സമയം ചെലവഴിക്കുക. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ട, ഒന്നൊരു സഹായം വേണ്ട, ഒന്നും വേണ്ട, നല്ല വാക്ക് വേണ്ട, എൻ്റെ കൂടെ കുറച്ചൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അതായിരിക്കും അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ. ചിലരുടെ ഫിസിക്കൽ ടച്ച്, തൊടലും തലോടലും ആലിംഗനവും, ഫിസിക്കൽ ടച്ച്, അത് ഏത് ഷേക്കണ്ട എന്ത് തന്നെയായാലും അവർക്കൊരു ഫിസിക്കൽ ഫീലിംഗ് വേണം. അതാണ് അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ. എത്ര എന്തൊക്കെയും ചെയ്തു കൊടുത്താലും അവരുടെ ടച്ചിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലെങ്കിൽ അവർ വിചാരിക്കും എന്നെ ആരും സ്നേഹിക്കുന്നില്ല. പിന്നെ നമ്മൾ ചിലവരൊക്കെ കാണുമ്പോൾ അവർ ഷേക്കൻഡ് തരും, നമ്മുടെ തോളത്തൊക്കെ ചെയ്യും, ചില ആലിംഗനം ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ ഭാഷയാണത്. അപ്പോൾ ഈ 5 ഭാഷകളാണ് നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കുക. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് കുറച്ച് ഓൺലൈൻ ടെസ്റ്റുകളുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അയച്ചു തരാം. പിന്നെ ആം, ഈ ഒരു ഭാഷ ഉള്ളവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വളരെ സാധാരണമായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ അടുത്തൊരു 2-3 ദിവസം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ അത് പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് അടിപൊളി. നമ്മുടെ കൂടെയുള്ളവർക്ക് വളരെയധികം സന്തോഷമാവും, നമുക്കും വളരെയധികം സന്തോഷമാവും. ഓക്കെ.